എടി 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി 10-38 ലക്ഷം രൂപ വിലയുള്ള വീട് നമ്മൾ കളയണോ? എന്തിന്? നിങ്ങളെ ചേട്ടന് നിങ്ങളെക്കാട്ടും എനിക്കറിയാം. എന്നായിരുന്നാലും ഈ വീട് നിങ്ങൾക്ക് എന്നെ തരും. പിന്നെ ആദ്യം നിങ്ങൾ ആ പൈസ കിട്ടാനുള്ള പൈസ വാങ്ങിച്ചെടുക്കാൻ നോക്കും. എന്റെ നിന്റെ ബുദ്ധി ആവാരം തന്നെടി. ഈയിടെയായിട്ട് നിന്റെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം കാണുന്നുണ്ട്. അതെന്താണ് കാര്യം? അവൻ നിന്റെ അടുത്ത് ജോലിക്ക് പോകണം എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? വേറെ വല്ലതും പറഞ്ഞോ നിന്റെ അടുത്ത്? എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലെന്നേ. എനിക്ക് പാചക പണി തീയടി കൊള്ളാൻ എനിക്ക് വയ്യ. എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അതിനാണ് ഞാൻ എനിക്ക് തരാനുള്ള 5 ലക്ഷം രൂപ ഞാൻ ചോദിക്കുന്നത്. അത് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. പിന്നെന്ത്? ഏത് 5 ലക്ഷം? എനിക്ക് 5 ലക്ഷത്തിന്റെ കണക്ക് എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ആയ നിങ്ങൾക്ക് ഞാൻ തന്ന സ്വർണം മറന്നുപോയാ നിങ്ങക്ക്? ആ സ്വർണം നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരുമിച്ചല്ലേ വിറ്റത്? അത് വിറ്റപ്പോ ആകെ 1 ലക്ഷം രൂപയല്ലേ കിട്ടിയുള്ളൂ. പിന്നെ നീ എന്റെ കണക്ക് 5 ലക്ഷത്തിന്റെ കണക്ക് പറയുന്നത്? അതിപ്പോ സ്വർണത്തിന് എന്ത് വില ഉണ്ട്? അത് കൂട്ട്. എനിക്ക് എന്റെ 5 ലക്ഷം രൂപ കിട്ടണം. ആ സ്വർണം നിന്റെ വാങ്ങിയപ്പോ ഞാൻ ഒരു കാര്യം കൂടെ നിന്റെ അടുത്ത് പറഞ്ഞു. എന്തോ? ഈ സ്വർണം നീ ഇപ്പൊ തരുന്നത് എനിക്ക് വീട് പണിക്കുള്ളതാണ്. ആ സ്വർണത്തിന് പകരം ഈ വീട് ഞാൻ നിനക്ക് എഴുതി തരാന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. മറ്റൊന്നും എനിക്കറിയണ്ട. അത് എന്റെ വിഷയമല്ല. ഈ കണ്ടവിടെ കാശ് കൊടുക്കേണ്ടതാണ്. നീ ഈ കണക്കൊക്കെ പറയുമ്പോഴേ ഈ കഴിഞ്ഞ ഒരു 10 ദിവസം കൊണ്ട് നിന്റെ കല്യാണം നടത്തിയ ചെലവ് പോലെ, അതിന് മുമ്പിലോട്ട് നീ ഇവിടെ ഇരുന്ന് തിന്ന കണക്കൊന്നും ഞാൻ പറയണില്ല. കല്യാണം നടത്തിയ അന്ന് മുതൽ ഇന്ന് വരെ തുണിയെടുത്തത്, ഹണിമൂണിന് പോയത്, ഒരുത്തൻ്റെ ആക്സിഡന്റ് ഉണ്ടാക്കാൻ പോയത്, മറ്റേ രജിസ്റ്റർ, മറ്റത് ഓട്ടോ, വണ്ടി എല്ലാം 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് വേണ്ടി മുടക്കിയോ? അത് നിങ്ങളുടെ കടമ. എനിക്ക് എന്റെ 5 ലക്ഷം ഇപ്പൊ കിട്ടണം. നിങ്ങൾ എന്നെ പണ്ട് കുളിപ്പിച്ചതും പേടിപ്പിച്ചതും എല്ലാം പറഞ്ഞ് ഈ തരാനുള്ള കാശിൽ തട്ടിക്കഴിക്കാനാണ് നിങ്ങൾ ഉദ്ദേശം? നടക്കില്ലത്. എനിക്ക് തരാനുള്ളത് കിട്ടിയേ പറ്റൂ. എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട്. മോനെ സുരേഷേ, പേടിപ്പിച്ചതിൻ്റെയും കുളിപ്പിച്ചതിൻ്റെയൊക്കെ കണക്കൊക്കെ പറയാൻ നോക്കിയാലുണ്ടല്ലോ, ഇവിടെ ഒന്നും നിൽക്കൂല. അതൊക്കെ വലിയ കണക്കാണ്. നിന്റെ അമ്മ, നമ്മുടെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നിനക്കറിയോ നിന്റെ പ്രായം എത്രയെന്ന്? അത് ഓർക്കാൻ പോലുമുള്ള പ്രായമായിട്ടില്ല. 2 അക്ഷരം കൂട്ടി പറയാനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നാട്ടിലെ എല്ലാ തന്തമാർക്കും സഹോദരങ്ങൾക്കും പറയാനുള്ള ഇത് തന്നെ. വളർത്തിയതിന്റെയും കുളിപ്പിച്ചതിന്റെയും ഒക്കെ കണക്കുകൾ. എനിക്കതൊന്നും കേൾക്കണ്ട. 4-5 ലക്ഷം രൂപ ഞാൻ ആരോട് ചോദിച്ചാലും എനിക്ക് കിട്ടും. പിന്നെ നിനക്ക് വേണ്ടിയിട്ടാവുമ്പോൾ പലിശയ്ക്ക് എടുത്തിട്ടാണെങ്കിൽ പോലും ആ പൈസ ഞാൻ നിനക്ക് തരും. നീ പേടിക്കണ്ട. ഇത്രയും കാലം ഞാൻ കരുതിയത് പെണ്ണുങ്ങൾക്കാണ് ഈ പൂങ്കണ്ണീരെന്ന്. ഇപ്പൊ അത് ആണുങ്ങൾക്കും ഉണ്ട്. എനിക്കിതൊന്നും കാണണ്ട. എനിക്ക് എന്റെ കാശ് കിട്ടണം. ചന്ദ്രേ, ചന്ദ്രേ, ആരാടാ അത്? രമേശനാ? എത്തിയടി. രമേശനാടാ? അല്ല. പിന്നെ കണ്ണപ്പനാണാ? അല്ല, നിന്റെ തന്ത. ഇങ്ങോട്ട് ഇറങ്ങി വാടി. പപ്പൻ ചേട്ടനാ? നിങ്ങൾക്ക് ഈ പിന്നാമ്പുറത്തൂടെ വരുന്ന ഇതുവരെ ശീലം നിർത്തിയില്ല മനുഷ്യ? ശീലം എന്താ ഇവിടുത്തെ പ്രശ്നം? അപ്പുറത്തെ വീട്ടിലെ സുധാകരൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഒരുപാട് എന്നെ തല്ലുകയൊക്കെ ചെയ്ത്. എനിക്ക് അതൊന്നും അല്ല സങ്കടം. പിന്നെ നിങ്ങൾ പഴയ ഗുണ്ടാണെന്നൊക്കെ പറഞ്ഞു, നിങ്ങളൊരു മനപ്രാഞ്ചനാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അതാണ് സങ്കടം, വേറെ ഒന്നും സങ്കടം. എനിക്ക് ഒന്ന് ചോദിക്കും മനുഷ്യ, അവനിട്ട് 2 കൊടുത്തിട്ട് വാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മളെ കുട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ആ കുപ്പിയാണ് ഒരെണ്ണങ്ങട്. പെട്ടെന്ന് പോടി അങ്ങോട്ട്. അതെന്താ കഞ്ചാവാണോ? നിന്റെ അപ്പന്റെ വീട്ടോണ്ട്. നീ എന്ത് കുളിപ്പിച്ച് കിടത്താ മനുഷ്യ? വെള്ളം വേണ്ട, വെള്ളം അല്ലാതെ അടിക്കുന്നതല്ലേ നിങ്ങക്ക് ശീലം. എനിക്ക് 2-3 കൊലകൾ ചെയ്യാണ്.
ആരുടെ രമേശനും കണ്ണപ്പനും? അത് നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയമാണ് മനുഷ്യ. അവന് ചെന്ന് 2 കൊടുത്തിട്ട് വാ. ഇതും കൂടെ അടിച്ചോണ്ട് പോ. നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമല്ലേ? ഞാനറിയാതെ ഇടപാട് കൊണ്ടാണ്. ഓ മനുഷ്യ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ അതിനാണായി പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ കാര്യം. നിങ്ങൾ ആ മനുഷ്യൻ ചെന്ന് 2 കൊടുത്തിട്ട് വാ. അവന് ചെന്നിട്ട് നീ കയറി പോ. ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. സുധാരാ, ഒത്തിരി കണ്ണം പപ്പ ആരെന്ന് നിനക്ക് കാണിച്ചറടാ ഞാൻ. ഒന്ന് പോകും കേട്ടോ. സുധാരോ, സുധാരാ, 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 മുറി കയറി വിളിച്ചിരിക്കുക. ഇറങ്ങി വേണ സുധാരാ. വീട്ടിൽ കയറി എന്നോന്ന് പറഞ്ഞു പപ്പനാണെന്ന്. എടാ ഞാനൊന്നും ഞൊടിച്ചാണല്ല, കിഴക്കോടെ പൈലയുടെ കംപ്ലീറ്റ് ഒന്ന് ഇറങ്ങിട്ട് പോകും. എന്തടേ പപ്പ, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കൂലേ നീ? എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. പപ്പനെ നിനക്ക് അറിയാമോ? എന്റെ പൈലനെ നിനക്ക് അറിയാമോ? നീ ആരാ? ഒരു സെക്യൂരിറ്റി. നീ നിന്റെ ഇതിന് വേണമെങ്കിൽ നീ വേറെ 2 സെക്യൂരിറ്റി വെച്ചോ. എന്റെ കുടുംബത്തിൽ കയറി കളിച്ച തുളച്ചളഞ്ഞ് നിന്നെ വായിലും ആൾപ്പാറ്റിക്കണ. നീ പപ്പനെ വെല്ലു വിളിച്ചല്ലേ? എടാ നിനക്ക് ജീവന് കൊതിയുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ 2 സെക്യൂരിറ്റി നിർത്തിക്കോ. പപ്പ ഒന്ന് മുണ്ട് മുറിക്കുക, നീ താങ്ങൂല മോനെ. സുധാരാ, 2 ദിവസത്തിനുള്ളിൽ എന്റെ ഭാര്യയെ കണ്ട് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സുധാരാ ഒരു വരക്കും കൂടെ ഞാൻ വരേണ്ടി വരും. നീ നോക്കിയിരുന്നോ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും.